to all. Today I am going to teach redemption by conversion. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഇമ്പോർട്ടൻറ്റ് പോർഷനാണ് പഠിച്ചത് എക്സ് ഇൻട്രസ്റ്റ് ആൻഡ് കം ഇൻട്രസ്റ്റ്. ഇനി നമ്മൾ പഠിക്കാൻ പോണത് എന്താണ് റിഡംഷൻ ബൈ കൺവേർഷൻ. റിഡംഷൻ ബൈ കൺവേർഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിബഞ്ചേഴ്സ് റെഡീം ചെയ്യണമെന്ന് പറഞ്ഞു. ഈ റെഡീം ചെയ്യുന്ന ഡിബഞ്ചേഴ്സിന് പകരമായിട്ട് പുതിയ ഡിബഞ്ചേഴ്സോ അല്ലെങ്കിൽ ഷെയർസ്, അതായത് ഇക്വിറ്റി ഷെയർസോ പ്രിഫറൻസ് ഷെയർസോ കൊടുക്കണതിനെയാണ് നമ്മൾ റിഡംഷൻ ബൈ കൺവേർഷൻ. കൺവേർട്ട് ചെയ്തുകൊണ്ട് കൊടുക്കുക. ഇപ്പം നമ്മൾ ആ പൈസ കൊടുക്കണേക്കാളും പകരം അതിന് പകരമായിട്ട് ഡിബഞ്ചേഴ്സോ അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർസോ ഇക്വിറ്റി ഷെയർസോ ആ റിഡംഷൻ്റെ ടൈമിൽ കൊടുക്കുന്നതിനെയാണ് നമ്മൾ റിഡംഷൻ ബൈ കൺവേർഷൻ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ദിസ് ഈസ് അനദർ മെത്തേഡ് ഓഫ് റെഡ്യൂമിങ് ഡിബഞ്ചേഴ്സ്. റിഡംഷൻ ബൈ കൺവേർഷൻ മീൻസ് redeeming the debentures by converting them. ഡിബഞ്ചേഴ്സ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ഇൻറ്റു ന്യൂ ഡിബഞ്ചേഴ്സ്, പുതിയ ഡിബഞ്ചേഴ്സ് ആയിട്ടോ ആൻഡ് ഓർ ഷെയർസ്, പ്രിഫറൻസ് ഷെയർസോ ഇക്വിറ്റി ഷെയർസോ ആയിട്ട് കൺവേർട്ട് ചെയ്യും വിത്തിൻ സ്റ്റിപ്പുലേറ്റഡ് പീരീഡ് അറ്റ് ദ ഓപ്ഷൻ ഓഫ് ദി ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ ഓപ്ഷനോട് കൂടി നമ്മൾ നിലവിലുള്ള പഴയ ഡിബഞ്ചേഴ്സിനെ മാറ്റി പുതിയ ഡിബഞ്ചേഴ്സ് ആക്കിയോ അല്ലെങ്കിൽ ഷെയർസോ ഇക്വിറ്റി ഷെയർസോ പ്രിഫറൻസ് ഷെയർസോ ആയിട്ടോ ഈ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് മാറ്റുന്നതിനെയാണ് നമ്മൾ റിഡംഷൻ ബൈ കൺവേർഷൻ എന്ന് പറയുന്നത്. At the time of issue of debentures, that after a certain period they convert their debentures into shares ആയിട്ടോ അല്ലെങ്കിൽ ന്യൂ ഡിബഞ്ചേഴ്സ് ആയിട്ടോ നമ്മൾ പറഞ്ഞല്ലോ. The redemption by conversion of debentures can be made either at par, at premium or not at discount. അപ്പം നമുക്ക് ഈ അറ്റ് പാറിൻ്റെയും അറ്റ് പ്രീമിയത്തിൻ്റെയും പ്രോബ്ലം പഠിക്കാനുണ്ട്. ഇതിൽ ഉദ്ദേശിക്കുന്നത് റിഡംഷൻ ബൈ കൺവേർഷൻ ചെയ്യുമ്പോൾ അത് അറ്റ് പാറിൽ അല്ലെങ്കിൽ അറ്റ് പ്രീമിയത്തിലാണ് ചെയ്യുക. ഡിസ്കൗണ്ടിൽ ഇത് ചെയ്യാൻ പറ്റില്ല. അതാണ് റിഡംഷൻ ബൈ അപ്പോൾ റിഡംഷൻ ബൈ കൺവേർഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ ഡിബഞ്ചേഴ്സിനെ റെഡീം ചെയ്യുന്ന സമയത്ത് ആ ഡിബഞ്ചേഴ്സിന് പൈസ കൊടുക്കുന്നതിന് പകരം എന്തായിട്ട് കൊടുക്കുക? അവർ പുതിയ ഡിബഞ്ചേഴ്സോ അല്ലെങ്കിൽ ഷെയർസോ ആയിട്ട്, അതായത് ഇക്വിറ്റി ഷെയർസോ പ്രിഫറൻസ് ഷെയർസോ ആയിട്ട് കൊടുക്കുന്നതിനെയാണ് നമ്മൾ റിഡംഷൻ ബൈ കൺവേർഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ലീഗൽ പ്രൊവിഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. According to Companies Act, the non-convertible portion of debenture cannot be redeemed by conversion. അതായത് നോൺ കൺവെർട്ടബിൾ പോർഷൻ ഉണ്ട് ഡിബഞ്ചേഴ്സിന്, അത് നമുക്ക് ഒരിക്കലും കൺവെർട്ടബിൾ ആക്കാൻ റെഡീം ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കൺവെർഷൻ വഴി റെഡീം ചെയ്യാൻ പറ്റില്ല. എന്ത്? നോൺ കൺവെർട്ടബിൾ പോർഷൻസ്. As payment is not made in cash, there is no need to create a debenture redemption reserve. നമ്മൾ പറഞ്ഞു റിഡംഷൻ റിസർവ് അക്കൗണ്ട് എന്തിനെ ക്രിയേറ്റ് ചെയ്യണേ? നമ്മൾ റിഡീം ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഫണ്ടിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ ആ റിഡംഷൻ്റെ ഫണ്ട് കൊടുക്കുന്നത്. ഈ മെത്തേഡ് അനുസരിച്ച് ഇപ്പം നമ്മൾ ഇതിൽ കൺവെർഷനാണ്, അതായത് നമ്മൾ പുതിയ ഡിബഞ്ചേഴ്സോ ഷെയർസോ ആയിട്ടാണ് കൊടുക്കണേ. അപ്പം നമ്മൾ ഈ റിഡംഷൻ റിസർവ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ട് ഒന്നും ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഒന്നില്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് ആയിരിക്കും അല്ലെങ്കിൽ ഷെയർസ് ആയിട്ടാണ് കൊടുക്കുക. നെക്സ്റ്റ് പറയുന്നത് ദ ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഹാസ് ടു അപ്ലൈ ദിസ് ടൈപ്പ് ഓഫ് റിഡംഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു അറ്റ് ദ ഓപ്ഷൻ ഓഫ് ദി ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഇങ്ങനെ ഒരു ഓപ്ഷന് താല്പര്യം, അതായത് റിഡംഷൻ ബൈ കൺവേർഷന് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ്, ഇൻ കേസ് ഓഫ് കൺവേർഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ഒറിജിനലി ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് ബിഫോർ ദെയർ റിഡംഷൻ ഡേറ്റ്, ദ ഡിസ്കൗണ്ട് ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ്. ഇത് നമ്മൾ ചെയ്യുന്നേക്കാളും മുമ്പ് ഡിസ്കൗണ്ട് ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണമെന്നാണ് ഇവിടെ പറയുന്നത്. ദോസ് ഡിബഞ്ചേഴ്സ് ഹു ആർ നോട്ട് വില്ലിംഗ് ഫോർ കൺവേർഷൻ ആർ പെയ്ഡ് ഇൻ ക്യാഷ്. നമ്മൾ പറഞ്ഞു ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ കൺവേർഷൻ പോസിബിൾ ആയിട്ടുള്ളൂ. പക്ഷേ ഡിബഞ്ചർ ഹോൾഡേഴ്സ് പെർമിറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് റിഡംഷൻ്റെ ടൈമിൽ ക്യാഷ് കൊടുക്കണം. ഈ കൺവേർഷൻ താല്പര്യമില്ലാത്തവർക്ക് പകരം ക്യാഷ് കൊടുത്ത്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞില്ലേ, ക്യാഷ് കൊടുത്തത് സെറ്റിൽ ചെയ്യണം. നെക്സ്റ്റ്, റിഡംഷൻ ബൈ കൺവേർഷൻ്റെ അഡ്വാൻറ്റേജസ്. ഫസ്റ്റ് പോയിന്റ്, എനി ഫിനാൻഷ്യൽ സോഴ്സ് ഈസ് നോട്ട് നീഡഡ് ഫോർ റിഡംഷൻ. നമുക്കറിയാമല്ലോ, നമ്മൾ പുതിയ ഡിബഞ്ചേഴ്സ് അല്ലെങ്കിൽ ഷെയർസാണ് ഇഷ്യൂ ചെയ്യുക, അല്ലാണ്ട് നമുക്ക് വേറെ ഒരു ഫിനാൻഷ്യൽ സോഴ്സൊന്നും റിഡംഷന് വേണ്ടി വേണ്ട.
ഇറ്റ് ഹാസ് നോ അഡ്വൈസ് ഇഫക്റ്റ് ഓൺ ദി വർക്കിംഗ് ക്യാപിറ്റൽ ഓഫ് ദി കമ്പനി. നമ്മൾ ഷെയർസും ഡിബഞ്ചേഴ്സും ആയിട്ടാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ക്യാഷിന് അനക്കാൻ പറ്റുന്നില്ല, അതായത് വർക്കിംഗ് ക്യാപിറ്റലിന് വ്യത്യാസം വരുന്നില്ല, അതിൽ കുറവൊന്നും വരുന്നില്ല. ക്രിയേഷൻ ഓഫ് ഡിബഞ്ചർ റിഡംഷൻ അക്കൗണ്ട് ഈസ് നോട്ട് നെസസറി. അത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ബൈ ക്യാഷിനാണെങ്കിലാണ് നമ്മൾ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണേ. ഇവിടെ ബൈ കൺവേർഷൻ ആയതുകൊണ്ട് തന്നെ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് നോട്ട് നീഡഡ് ഫോർ റിഡംഷൻ. നമ്മൾ റിഡംഷന് വേണ്ടി പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്നും ക്രിയേറ്റ് ചെയ്യേണ്ട. കാരണം എന്താ, നമ്മൾ റിഡംഷൻ ബൈ കൺവേർട്ട് ചെയ്തിട്ടാണ് റിഡംഷൻ നടത്തുന്നത്, അല്ലാണ്ട് ക്യാഷ് ആയിട്ടല്ല. നെക്സ്റ്റ്, അഡ്വാൻറ്റേജ് ത്രൂ ദി ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഇപ്പോൾ നമ്മൾ ഇഷ്യൂ ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ് അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് ആയിട്ട് ഇഷ്യൂ ചെയ്യും. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം, പാർട്ടിസിപ്പേറ്റ് ഇൻ ദ പ്രോഫിറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ദി കമ്പനി. കമ്പനിയുടെ പ്രോഫിറ്റിലും അല്ലെങ്കിൽ അതിൻ്റെ മാനേജ്മെൻറ്റിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഡിബഞ്ചർ ഹോൾഡേഴ്സ് പറ്റും. ദ ഡിബഞ്ചേഴ്സ് ഡിപ്പെൻഡ് അപ്പോൺ ദ വിൽ ഓഫ് ദി ഡിബഞ്ചേഴ്സ് നോട്ട്. അതായത് ഇവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഈ കൺവെർഷൻ വേണ്ടൂ, അല്ലെങ്കിൽ അവർക്ക് ക്യാഷ് തന്നെ കിട്ടും. ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആക്സെപ്റ്റ് ദിസ് ടൈപ്പ് ഓഫ് റിഡംഷൻ ഇൻ ഹോപ്പ് ഓഫ് ഹയർ ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻഡ്. കൂടുതൽ ഇൻട്രസ്റ്റും ഡിവിഡൻറ്റും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഡിബഞ്ചർ ഹോൾഡേഴ്സ് റിഡംഷൻ ബൈ കൺവെർഷൻ പ്രിഫർ ചെയ്യുന്നത്. നെക്സ്റ്റ്, നമ്മൾ പറഞ്ഞു റിഡംഷൻ ബൈ ഡിബഞ്ചേഴ്സ് അറ്റ് പാറിൽ നടത്തും, അറ്റ് പ്രീമിയത്തിൽ നടത്തും, അറ്റ് ഡിസ്കൗണ്ടിൽ ചെയ്യില്ല എന്നുള്ള കാര്യം നമ്മൾ തിയറി പഠിച്ചു. അപ്പം നമുക്ക് അറ്റ് പാറാണെങ്കിൽ ഇപ്പം നോക്കിയേ, വെൻ ഡിബഞ്ചേഴ്സ് ആർ റിഡീംഡ് ബൈ അറ്റ് പാർ, ഡിബഞ്ചേഴ്സ് പാറിലാണ് റിഡീം ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ ജേർണൽ എൻട്രി ഒക്കെ പഠിച്ചതാണ്. ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ലെറ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്, ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ലെറ്റർ ടു. ഇവിടെ ഇവിടെ എന്താ നടക്കണേ, ന്യൂ ഡിബഞ്ചേഴ്സ് അല്ലെങ്കിൽ ഷെയർസാണ് ഇഷ്യൂ ചെയ്യണത്. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ക്യാഷ് കൊടുക്കുന്നതിന് പകരം അവർ പുതിയ ഡിബഞ്ചേഴ്സും ഷെയർസുമാണ് ഇഷ്യൂ ചെയ്യുന്നത്. അതാണ് ഇവിടെ ആ ജേർണൽ എൻട്രി വന്നേക്കണേ, ന്യൂ ഡിബഞ്ചേഴ്സ് ഓർ ഷെയർസ് ഇഷ്യൂഡ്. ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ലെറ്റർ ടു ന്യൂ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. ക്ലിയർ ആയില്ലേ? ഇതാണ് ഇഷ്യൂ അറ്റ് പാറിൽ വന്ന ഫസ്റ്റ് വരാ ഡിബഞ്ചർ ഹോൾഡർ, ഡിബഞ്ചർ അക്കൗണ്ട് ലെറ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്. പിന്നെ ഈ ഡിബഞ്ചേഴ്സിന് പകരമായിട്ട് ന്യൂ ഡിബഞ്ചേഴ്സ് ആണെങ്കിൽ ഷെയർസ് ഇഷ്യൂ ചെയ്യണം. ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ലെറ്റർ ടു ന്യൂ ഡിബഞ്ചർ ഓർ ഷെയർ ക്യാപിറ്റൽ. ഇനി അറ്റ് പ്രീമിയത്തിലാണെങ്കിൽ നമ്മളെങ്ങനെ ചെയ്യാൻ നോക്കാം. വെൻ ഡിബഞ്ചേഴ്സ് ആർ റെഡീംഡ് ബൈ കൺവെർഷൻ അറ്റ് പ്രീമിയം, പ്രീമിയത്തിലാണ് നമ്മൾ റെഡീം ചെയ്യുന്നത് അറ്റ് മെച്യൂരിറ്റി. ആൻഡ് ന്യൂ ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് അറ്റ് പാർ. ന്യൂ ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് പാറിന് നമ്മൾ ഇഷ്യൂ ചെയ്യണം. അപ്പം നമ്മുടെ ജേർണൽ എൻട്രി വരാം, ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ലെറ്റർ. നമുക്കറിയാം പ്രീമിയം വന്നാൽ ഡെബിറ്റ് ചെയ്യണം. പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ലെറ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. പ്രീമിയത്തിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം, പ്രീമിയത്തിലാണ് റെഡീം ചെയ്യണമെന്നുണ്ടെങ്കിൽ. പിന്നെ ആ ഡിബഞ്ചേഴ്സിന് പകരം പുതിയ ഷെയർസും നേരത്തെ പഠിച്ച അതേ ജേർണൽ എൻട്രി തന്നെ അതിൽ പ്രീമിയം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഇത്രയും ഈ രണ്ട് ജേർണൽ എൻട്രി തമ്മിലുള്ള വ്യത്യാസമുള്ളൂ. ഇനി നമുക്കതിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. അറ്റ് പാറിൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. എ ലിമിറ്റഡ് ഇഷ്യൂഡ് 60,000 8% ഡിബഞ്ചേഴ്സ് ഓഫ് 100 ഈച്ച് റിഡീമബിൾ ആഫ്റ്റർ 4 years. അതായത് എ ലിമിറ്റഡ് 60,000 ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തു. അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്, 8% ഡിബഞ്ചേഴ്സ്. എത്ര രൂപയ്ക്ക്, 100 രൂപയ്ക്ക്. ആൻഡ് റിഡീമബിൾ എങ്ങനെയാണ്, 4 yearsനുള്ള റിഡീം ചെയ്യണം. ബൈ കൺവേർട്ടിങ് ദം ഇൻ ടു ഇക്വിറ്റി ഷെയർസ്. നമ്മൾ ഇക്വിറ്റി ഷെയർസ് കൊടുത്തുകൊണ്ടാണ് അത് കൺവേർട്ട് ചെയ്യുന്നത്. അറ്റ് 10 each. റെക്കോർഡ് ജേർണൽ എൻട്രീസ് ഫോർ ഇഷ്യൂ ആൻഡ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. ഇഗ്നോർ എൻട്രി ഫോർ പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഇത് മനസ്സിലായേ, 60,000 ഡിബഞ്ചേഴ്സാണ് നമുക്ക് റിഡീം ചെയ്യാനുള്ളത്. ഇൻട്രസ്റ്റ് റേറ്റ് 8% ആണ്. ഒരു ഡിബഞ്ചറിൻ്റെ വില 100 രൂപയാണ്. റിഡീം ചെയ്യുന്നത് 4 വർഷങ്ങൾക്ക് ശേഷമാണ്. നമ്മളോട് അപ്പോൾ ജേർണൽ എൻട്രി ഏതാണ് പറഞ്ഞേക്കണേ. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു 60,000 8% ഡിബഞ്ചേഴ്സ് ആണ് നമ്മൾ റിഡീം ചെയ്യേണ്ടത്. അപ്പോൾ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ചെയ്യുമ്പോൾ എന്തുണ്ടാവും, നമുക്ക് ക്യാഷ് കിട്ടും. അപ്പോൾ ജേർണൽ എൻട്രി വരാം, ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ഡിബഞ്ചർ അപ്ലിക്കേഷൻ ഓർ അലോട്ട്മെൻറ്റ്. അപ്പോൾ 60,000 × 100 വരുമ്പോൾ 60 lakh വരും.
ഇനി വരുന്നത് ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ ഡിബഞ്ചർ അപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ് അക്കൗണ്ട് അറ്റ് ടു 8% ഡിബഞ്ചേഴ്സ്, അതായത് ഈ 60 ലാക്കിൻ്റെ ഓൺ ദ ഡേറ്റ് ഓഫ് റിഡംഷൻ്റെ ടൈമിൽ നമ്മൾ എങ്ങനെയാണ് ജേണൽ എൻട്രി ചെയ്തതെന്ന്. 8% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അറ്റ് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്, ഡിബഞ്ചേഴ്സ് ഹോൾഡറിൽ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞാൽ 60 ലാക്ക് എഴുതാം. ഓൺ ദ ഡേറ്റ് ഓഫ് റിഡംഷന് 8% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അറ്റ് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സിന് 8% ഡിബഞ്ചേഴ്സ് കൊടുക്കാനുണ്ട്. പിന്നെ ഈ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് എന്തായിട്ട് കൊടുക്കണ ഇക്വിറ്റി ഷെയർസോ അല്ലെങ്കിൽ ഇതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇക്വിറ്റി ഷെയർസ് ആയിട്ടാണ് ഇഷ്യൂ ചെയ്യണതെന്ന്. അപ്പോൾ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ആയിട്ട് ടു ഇക്വിറ്റി ഷെയർസ് ആയിട്ടാണ് ഇഷ്യൂ ചെയ്യുന്നത്. ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എമൗണ്ട് 60,000 ഷെയർസ് അറ്റ് ദ റേറ്റ് ഓഫ് 100 ഈച്ച്. അപ്പോൾ എമൗണ്ട് വരുന്നത് 60 ലാക്കാണ്. ഇനി ഈ കണക്കൊന്ന് നോക്കാം. എക്സ് ലിമിറ്റഡ് ഹാസ് ഇസ്യൂഡ് 2008% ഡിബഞ്ചേഴ്സ് ഓഫ് 100 ഈച്ച് അറ്റ് പാർ ആൻഡ് റിഡീമഡബിൾ 10% പ്രീമിയം ബൈ കൺവേർട്ടിംഗ് ഡിബഞ്ചേഴ്സ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യണേ, ഇക്വിറ്റി ഷെയർസ് ആയിട്ട് 10 ഈച്ച് അറ്റ് പാർ. റൈറ്റ് ജേണൽ എൻട്രി ഫോർ കൺവേർഷൻ. അപ്പം നമുക്കറിയാം നമ്മുടെ ജേണൽ എൻട്രി വന്നത് എങ്ങനെയാണ്. ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അറ്റ് പ്രീമിയം ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അറ്റ് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്, 8% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അറ്റ് പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അറ്റ് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്. നമുക്ക് 2000 ഷെയർസ് 100 ഈച്ച്, അപ്പോൾ 2 ലാക്ക്. ഈ 2000 100 ഈച്ചിൻ്റെ 10% എന്ന് പറയുമ്പോൾ 20,000 ആണ് നമ്മൾ എന്തായിട്ട് കൊടുക്കുന്നത്, പ്രീമിയം എന്ത് ചെയ്യണം, നമ്മൾ ഡെബിറ്റ് ചെയ്യണം. പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട് അറ്റ് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്. അപ്പോൾ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കിട്ടുമ്പോൾ എങ്ങനെയാണ്, ഈ 2 ലാക്കും 20,000 പ്രീമിയം കൂടി ഇൻക്ലൂഡ് ചെയ്ത് 2,20,000 ആണ് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കിട്ടാം. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അറ്റ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ ഈ 2,20,000 ആണ് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നത്. അതായത് 22,000, അതായത് 2,000ൻ്റെ കൂടെ 20,000ൻ്റെ കൂടെ 2,000 കൂടി ആഡ് ചെയ്ത് 22,000 ഷെയർസ് നമുക്ക് കിട്ടും. അതിൻ്റെ 10 റുപ്പീസ് വെച്ച്, ഒരു ഷെയറിൻ്റെ വില 10 റുപ്പീസ് വെച്ച് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ 2,20,000ൻ്റെ കൊടുക്കണം. 2 ലാക്കിൻ്റെ അല്ല, കാരണം എന്താ, പ്രീമിയം കൂടി ഇൻക്ലൂഡ് ചെയ്യണ കാരണം 2,20,000 വേണം നമ്മൾ ഇത് പുതിയ ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ പ്രീമിയം കൂടി ഇൻക്ലൂഡ് ചെയ്ത എമൗണ്ട് വേണം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാൻ, ഇക്വിറ്റി ഷെയർസായിട്ട് കൊടുക്കുന്നത്. അപ്പം നമ്മളിന്ന് റിഡംഷൻ ബൈ കൺവേർഷൻ പഠിച്ചു. റിഡംഷൻ ബൈ കൺവേർഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ നമ്മുടെ ഡിബഞ്ചേഴ്സ് റിഡംഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡിബഞ്ചേഴ്സിന് ക്യാഷ് കൊടുക്കുന്നതിന് പകരം പുതിയ ഡിബഞ്ചേഴ്സോ അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർസോ അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർസോ ആയിട്ട് അത് റിഡീം ചെയ്യും, അല്ലാണ്ട് ക്യാഷിനല്ല. അത് പറ്റണമെങ്കിൽ ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ പെർമിഷൻ കൂടി വേണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് പഠിച്ചത്. പിന്നെ ഡിബഞ്ചർ ബൈ അറ്റ് പാർ പ്രീമിയം പഠിച്ചു. ഡിസ്കൗണ്ടിൽ നമുക്ക് റിഡംഷൻ പോസിബിൾ അല്ലാന്നും നമ്മൾ പഠിച്ചു. ക്ലിയർ ആയില്ലേ? ഓക്കെ, താങ്ക് യു.